കാടിനെ ജീവനായി പ്രണയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഒത്തുചേർന്നപ്പോൾ വാഴച്ചാൽ വനം വീണ്ടും സുന്ദരമായി. പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയായ പ്രാദേശിക സഞ്ചാരം നടത്തിയ ശുചീകരണ യജ്ഞത്തിൽ 25 ചാക്ക് അജൈവ മാലിന്യങ്ങളാണ് വാഴച്ചാൽ മേഖലയിൽ നിന്ന് ശേഖരിച്ചത്. KV സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാടുകൾ മാലിന്യമുക്തമാക്കുകയാണ് പ്രാദേശിക സഞ്ചാരം കൂട്ടായ്മയുടെ പ്രധാന ദൗത്യം. ഇതിനായി എല്ലാ മാസവും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി ക്യാമ്പ് സംഘടിപ്പിക്കും. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പ്രകൃതി സ്നേഹികൾ ക്യാമ്പിൽ പങ്കെടുക്കും. 3 വർഷം മുമ്പ് രൂപം കൊണ്ട ഈ കൂട്ടായ്മ നടത്തിയ 57ാമത് ക്യാമ്പാണ് വാഴച്ചാലിലേത്. പ്രായഭേദമന്യേ പദവികൾ മറന്ന് ഒരൊറ്റ മനസ്സോടെ 5 വയസ്സുകാരൻ മുതൽ 67 വയസ്സുള്ളവർ വരെ അടങ്ങുന്ന 65 പേരുടെ ശക്തമായൊരു സംഘമാണ് ഇത്തവണ കാടുകയറിയത്. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, മദ്യക്കുപ്പികൾ തുടങ്ങി കാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് സംഘം കാടിനുള്ളിൽ നിന്ന് നീക്കം ചെയ്തത്. ഇവ പിന്നീട് വനസംരക്ഷണ സമിതിക്ക് കൈമാറി. വെറുമൊരു വിനോദയാത്രയ്ക്കപ്പുറം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഈ നന്മയ്ക്കായി കൈകോർത്തു. സർക്കാർ ജീവനക്കാർ, ഡോക്ടർമാർ, അധ്യാപകർ തുടങ്ങി വലിയ പദവികളിൽ ഇരിക്കുന്നവരെല്ലാം തങ്ങളുടെ ഔദ്യോഗിക വേഷങ്ങൾ മാറ്റിവെച്ച് കാടിന്റെ കാവൽക്കാരായി മാറി. ഇവർ കാടുകയറിയതോടെ പ്രകൃതി വീണ്ടും മാലിന്യമുക്തമായി ശ്വാസമെടുത്തു. വനംവകുപ്പിന്റെ പരിപൂർണ സഹകരണമാണ് ഇതിന് ലഭിക്കുന്നതെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ ഷാഫി തെരിയത്ത് പറഞ്ഞു. ഈ ക്യാമ്പയിനിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ പ്രാദേശിക സഞ്ചാരത്തിന്റെ വിവിധ രീതിയിലുള്ള വളണ്ടിയർമാരെയും അതുപോലെ സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. 20 പേർക്ക് മാത്രം എന്ന രീതിയിൽ ആരംഭിച്ചതാണ്. ഏകദേശം 60ഓളം പേർ നമ്മൾ പരമാവധി സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് പോലും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാട്ടിലെ പ്ലാസ്റ്റിക് പെറുക്കലിൽ ഒതുങ്ങുന്നതല്ല ഈ കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾ. വനസംരക്ഷണത്തിനായി വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിവരുന്നത്. വേനലിൽ കാട്ടുമൃഗങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കാൻ തടയണകൾ നിർമ്മിക്കൽ, അധിനിവേശ സസ്യ നിർമ്മാർജ്ജനം, സൈൻ ബോർഡുകൾ വൃത്തിയാക്കൽ എന്നിങ്ങനെ നീളുന്നു ഇവരുടെ സേവനങ്ങൾ. യാത്രക്കിടയിൽ കാണുന്ന സഹസഞ്ചാരികൾക്ക് കാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് വരുത്തുന്ന വിപത്തുകളെക്കുറിച്ചും പരമാവധി ബോധവൽക്കരണം നൽകാനും ഈ സംഘം സമയം കണ്ടെത്തുന്നുണ്ട്. പ്രാദേശിക സഞ്ചാരം എന്ന ഈ കൂട്ടായ്മയുടെ യാത്രകൾ തുടരുകയാണ്. ഒപ്പം നമ്മുടെ കാടുകൾ കൂടുതൽ പച്ചപ്പുള്ളതും ആരും കൊതിക്കുന്നതുമായ ശുദ്ധമായ ഇടങ്ങളായി മാറുകയാണ്.